ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പം നമ്മൾ മേടിച്ച് വെച്ച കൊഞ്ചാണ്, കുറേശ്ശെ എടുത്തുള്ളായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കങ്ങനെ കൊഞ്ചൊന്നും എപ്പോഴും കിട്ടാത്തൊന്നുമില്ലല്ലോ. അപ്പം കുറച്ച് 2 ദിവസമായിട്ട് എടുത്ത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം വഴറ്റാനിട്ടിട്ട് അതിനകത്തോട്ട് കൊഞ്ചും കൂടി ഇട്ട് വഴറ്റുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തത്തിപ്പൊത്തി വെച്ചിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്ക് വഴറ്റി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ പതുക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ആദ്യം ഒരു ലൈറ്റ് ബ്രൗൺ ആയിരിക്കും, പിന്നെ നല്ല ബ്രൗൺ ആയിട്ട് ഇങ്ങനെ കളർ മാറി ഇങ്ങനെ നല്ല രസമായിട്ട് വരും, എണ്ണയൊക്കെ തെളിഞ്ഞ്. അപ്പം ഞാനിന്ന് ഇച്ചിരി ഭംഗിക്ക് വേണ്ടി തക്കാളി ആണെങ്കിൽ വട്ടത്തിലരിഞ്ഞ, എങ്ങനെ ഇട്ടാലും കുറച്ച് കഴിയുമ്പോൾ തക്കാളി വെന്തുടങ്ങി പോവും. പിന്നെ വീഡിയോ എടുക്കുമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് വട്ടത്തിലൊക്കെ അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് നല്ലപോലെ വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. ഈ കൊഞ്ചിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ഇതെല്ലാം ഇങ്ങനെ വെന്ത് വരും. പിന്നെ തക്കാളിയിൽ നിന്നുള്ള വെള്ളവും എല്ലാം ഇറങ്ങി വെന്ത് നല്ലപോലെ സെറ്റായി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു പാകത്തിൽ വരും. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയായി. അപ്പോൾ ചോറ്, ഒരു പ്ലേറ്റ് ചോറിന് നമുക്ക് ഈ കൊഞ്ച് റോസ്റ്റ് മാത്രം മതി. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് എല്ലാവരും നോക്കണം കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.